Hello everyone, welcome to Disha Academy. Central Government Job Update like എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ CTET-ന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ CTET എന്ന് പറഞ്ഞാൽ CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2024 CTET നടക്കാൻ പോവാണ്. സെൻട്രൽ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. സെൻട്രൽ സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ യോഗ്യതയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ കണ്ടക്ടിങ് ബോഡി നിങ്ങൾ പറയുന്ന പോലെ തന്നെ CBSE ആണ്. CBSE ഇപ്പം നമ്മൾ മുന്നേ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു KVS-ൻ്റെയൊക്കെ. അതുപോലെ KVS ഉണ്ട്, നവോദയ സ്കൂളുകളിൽ, ഇങ്ങനത്തെ ആർമി സ്കൂളുകളിലൊക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡായിട്ടുള്ള CBSE-കാർ നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് ഇതെന്ന് പറയുന്നത് CTET എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എന്താണ് പേപ്പർ 1 ക്ലാസ് 1 to 5 എന്ന് പറഞ്ഞാൽ പ്രൈമറി സെഷനിലേക്ക് പഠിപ്പിക്കാനുള്ളതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് ക്ലാസ് 6 to 8 എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെ ആ ഒരു പാർട്ടാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് പേപ്പറാണ് നമുക്ക് എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എഴുതുന്നവരും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ക്ലാസ് 1 to 5 വരെ പഠിപ്പിക്കാനാണെങ്കിൽ പേപ്പർ 1 പാസ് ചെയ്യുക. പേപ്പർ 2 ആണെങ്കിൽ ക്ലാസ് 6 to 8 എന്ന് പറഞ്ഞൊരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. OMR ഷീറ്റിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് CTET എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ഇപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ പേപ്പറും 2.5 മണിക്കൂർ വെച്ചിട്ടാണ് നടത്തുന്നത്. രാവിലെ ഒരു സെഷൻ, ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ, അങ്ങനെ ഒരു രീതിക്കായിരിക്കും. അപ്പം ലാംഗ്വേജ് ഓഫ് എക്സാം 20 ലാംഗ്വേജസിൽ എല്ലാ പാർട്ടിലും നടത്തുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ആലോചിക്കുക. നമുക്ക് ഇംഗ്ലീഷ് തന്നെയായിരിക്കും ചോയ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 150 മാർക്സ് ആണ്. ഓരോ പേപ്പറിനും 150 മാർക്ക് വീതമാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് OMR ഷീറ്റ് അറിയാമല്ലോ. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ, MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ മോഡാണ്. OMR ഷീറ്റിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് വരുന്നത്. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് 1 മാർക്കാണ് ഓരോ കറക്റ്റ് ആൻസറിന്. എല്ലാ കറക്റ്റ് ആൻസർ നിങ്ങൾ കറക്റ്റാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കും, നെഗറ്റീവ്സ് ഒന്നും ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ്, നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ CTET-ന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ CTET-ന്റെ പേപ്പർ 2, അതായത് നമ്മുടെ 6 to 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2 ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞാണ് അവർ നടത്തുന്നത്. അത് 9:30 തൊട്ട് 12 മണി വരെയാണ് ആ ഷിഫ്റ്റ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ CTET പേപ്പർ 1 എന്ന് പറഞ്ഞാൽ 1 to 5 അത്രയും ക്ലാസ് വരെ പഠിപ്പിക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഷിഫ്റ്റ് വരുന്നത്. 2 മണി തൊട്ട് 4:30 വരെ എന്ന് പറഞ്ഞൊരു ടൈമിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ കേരളയിൽ സെൻറ്റേഴ്സ് അപ്പോൾ അറിയണം എവിടെയൊക്കെ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുന്നതെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും. നമ്മുടെ നോർമൽ കേരള സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എറണാകുളം, അത് കഴിഞ്ഞ് കോഴിക്കോട്, ട്രിവാൻഡ്രം, ഈ ഒരു രീതിക്കാണ് നടത്തുന്നത് കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രം ഉള്ളവർക്കാണെങ്കിൽ ട്രിവാൻഡ്രം സെൻറ്റേഴ്സിലായിരിക്കും. കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നടുക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ കോഴിക്കോടേക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ ഉള്ളത് എവിടെയുണ്ട്, കൊച്ചി, എറണാകുളത്തും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളുക. പിന്നെ വരുന്നത് തമിഴ്നാട് സെൻറ്റർ. കാരണം തമിഴ്നാട്ടിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോരെങ്കിൽ അവർക്ക് തമിഴ്നാടും കൊടുക്കാനുള്ള ഹോപ്പുണ്ട്. അതായത് തമിഴ്നാട് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തമിഴ് ലാംഗ്വേജും കൂടെ അറിയണമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തമിഴ്നാട് എന്തായാലും ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സെൻറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൻ്റെ ഒപ്പം തന്നെ ആ കാര്യവും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ പേപ്പർ 1, അതായത് പ്രൈമറി ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയായിട്ട് ആണ് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ CTET പേപ്പർ 2 ഉണ്ട്, പേപ്പർ 1 ഉണ്ട്. 2 സെഷനായിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ രണ്ടും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രണ്ടും താല്പര്യപ്പെട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് അവർ നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. കാരണം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് രണ്ടിലും. 1 to 5 വരെ പഠിപ്പിക്കാനും 6 to 8 വരെ പഠിപ്പിക്കാനും 2 ക്വാളിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാസ് സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ ക്ലാസ് 12 എക്സാംസ് ഒക്കെ പാസ് ചെയ്തവരാണെങ്കിൽ +2, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 to 5 എന്ന് പറയുന്ന ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്തും കൂടെ എടുക്കുക. ഇപ്പോൾ 50% മാർക്ക് മതി നിങ്ങൾക്ക്. +2-ന് 50% ഉള്ള എല്ലാ പേർക്കും എന്ത് ചെയ്യാം, 50% മുകളിലുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്തും കൂടെ പാസ്സാവണം, നിങ്ങൾ D.Ed എന്ന് പറയുന്നതും കൂടെ പാസ്സാവണം. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനും കൂടെ നിങ്ങൾ എടുത്തിരിക്കണം.
ആ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ബി എഡിൻ്റെ ആവശ്യമില്ല, പക്ഷെ എന്തുണ്ട്, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡി എഡും കൂടെ നിങ്ങൾ എന്ത് ചെയ്തായിരിക്കണം, ഒന്ന് പാസ്സായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ അവർ പറയുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, +2 നിങ്ങൾക്ക് 45% മാർക്കോടെ വാങ്ങിച്ചിട്ട് നിങ്ങൾ 2 ഇയർ എന്താണ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനും ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് ക്രൈറ്റീരിയാസ് അവർ പറഞ്ഞിട്ടുണ്ട് പേപ്പർ 1 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം വിത്ത് എ മിനിമം ഓഫ് 50% മാർക്സ് ആൻഡ് ബി എഡ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. കാരണം ഒരു സെക്ഷനിങ് ആണ് അതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞവർക്ക് ഒരു ഡി എഡും കൂടെ എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ വിത്ത് മിനിമം ഓഫ് 50% ഉള്ളവർക്ക് വിത്ത് ബി എഡ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ബി എഡ് ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവമല്ല. നിങ്ങൾ അതിൻ്റെ ഒപ്പം ഒരു എലമെൻ്ററി എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഇവിടെ പറയുന്ന പോലെ ഡിപ്ലോമ ലാസ്റ്റ് ഫൈനൽ ഇയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഉണ്ട് കേട്ടോ. BLED 4 ഇയർ ബാച്ചിലേഴ്സ് ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ആ ഒരു കണ്ടീഷനാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം ക്വാളിഫിക്കേഷൻ പേപ്പർ 2 എലമെൻ്ററി ടീച്ചേഴ്സ് ആവാനാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് 6 to 8 വരെ പഠിപ്പിക്കാനാണെങ്കിൽ, CBSE സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം. രണ്ടാമത്തെ സെക്ഷനിങ് ആണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഡി എഡും കൂടെ വേണം. ഇത് എപ്പോഴും പറയുന്നതാണ്. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പറും കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ആ ഒരു കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് വേണം, ഗ്രാജുവേഷൻ വിത്ത് മിനിമം 50% മാർക്കും പിന്നെ 1 ഇയർ ബി എഡ് കോഴ്സ് കഴിഞ്ഞവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ബി എഡ് എടുക്കുന്നവരാണെങ്കിൽ 1 വർഷം കൂടെ നിങ്ങൾ 1 വർഷത്തിൻ്റെ ആ ഒരു ടൈം ലൈനിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഗ്രാജുവേഷനും അതിൻ്റെ ഒപ്പം ബി എഡിൻ്റെ ഫസ്റ്റ് ഇയർ കോഴ്സും കൂടെ കഴിയുന്നവരാണെങ്കിൽ 1 ഇയർ കോഴ്സ് ആയാലും ഓക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് കൊണ്ട് വീണ്ടും ഉണ്ട്, നിങ്ങൾക്ക് 45% വിത്ത് ബി എഡ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. NCTയിൽ നിന്നാണ് നിങ്ങൾ ബി എഡ് പാസ്സാവുന്നെങ്കിൽ. അതുപോലെ തന്നെ 4 ഇയർ BLED എന്ന് പറയുന്ന നമ്മുടെ ബാച്ചലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എടുത്തവർക്കാണെങ്കിലും +2 + BLED വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാ രീതിക്കുള്ള ചാൻസ് അവർ പറയുന്നുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കാര്യവും ബി എഡിൻ്റെ കാര്യവും എല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പേപ്പർ 1 ആണെങ്കിൽ +2, പേപ്പർ 2 ആണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബി എഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഒന്ന് ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 സെഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, രണ്ടും നിങ്ങൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം 55% മാർക്ക് മേടിച്ചിരിക്കണം. നിങ്ങൾ ഗ്രാജുവേഷൻ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്, അതായത് PG കഴിഞ്ഞവർക്കാണെങ്കിൽ PG കഴിഞ്ഞിട്ട് 55% മാർക്കും അതിൻ്റെ ഒപ്പം ഒരു 3 വർഷത്തിൻ്റെ ബി എഡ് അല്ലെങ്കിൽ MEd കോഴ്സും കൂടെ നിങ്ങൾ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 2നും അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2ഉം അല്ലാണ്ടും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു കാര്യമായിട്ടാണ് അവർ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് 55% മാർക്കോടെ വിത്ത് 3 ഇയർ ഡിഗ്രി ഇൻ ബി എഡോ അല്ലെങ്കിൽ MEdോ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുമിച്ചങ്ങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് ആണ് ആദ്യമായിട്ട് പറയുന്നത്, ഒരു ബേസ് ആയിട്ട് പറയുന്നത്. അതായത് ലോവർ ഏജ് ലിമിറ്റ് 18ഉം നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് വേണോ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. നോ റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് എത്ര വേണോ ആവാം. നിങ്ങൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ അത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. അപ്പം ഇത് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. കാരണം നിങ്ങൾക്ക് ടീച്ചിങ് ആണ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, CTET വേണ്ടി വരും CBSE സ്കൂളുകളിൽ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് മനസ്സിലാക്കിക്കോളുക. സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 17/9/2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/10/2024 അടുത്ത മാസം 16-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് CTET അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടേക്കുക. അപ്ലൈ ചെയ്ത് ഈ എക്സാം ഒന്ന് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ്, ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ നടത്താനുണ്ട്. ഓൺലൈൻ കറക്ഷൻ ടാബും ഉണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓൺലൈൻ കറക്ഷൻ ടാബിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു ടൈമിൽ, അതായത് 21-നും 25-നും ഇടയ്ക്ക്, അടുത്ത മാസം 21-നും 25-നും ഇടയ്ക്ക് കറക്ഷൻ ടാബ് ഓപ്പൺ ആക്കും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നെങ്കിൽ അപ്പോൾ ചെയ്യാനും പറ്റും.
നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ് എന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം മുമ്പായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആദ്യം അവർ ഡിസംബർ 1 പറഞ്ഞിരുന്നത്, എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതെന്താണ്, അവർ വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മനസ്സിലാക്കിക്കോളുക, 15-12 നടക്കുന്നത്. അതായത് നമ്മുടെ ഡിസംബർ 15 നടക്കുന്നത് എക്സാം. ആദ്യം 1 പറഞ്ഞിരുന്നത്, ഇപ്പോൾ റിവൈസ് ചെയ്ത് 15 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് സൺഡേ എന്ന് പറഞ്ഞൊരു ഡേറ്റിലേക്കാണ്. അന്ന് തന്നെയായിരിക്കും ഒരേ എക്സാമിനേഷൻ. ഇപ്പം പേപ്പർ 1 ആയാലും പേപ്പർ 2 സെയിം ഡേ തന്നെയായിരിക്കും നടക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് ടെൻറ്റേറ്റീവ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജാനുവരിയിലാണ് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം KVS ഒക്കെ എന്തായാലും അത് കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ. അപ്പോൾ KVS വിളിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് CTETും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, KVSലേക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത CTETന്റെ സിലബസ് എന്താണെന്ന്, കാരണം ഇനി CTET അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ കോഴ്സൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് കയറാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിലൊക്കെ അനലൈസ് ചെയ്ത് എൻ്റെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ CTET പേപ്പർ 1 സിലബസ് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഡ്യൂക്കേഷനിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ B.Ed ഒക്കെ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ തന്നെ ബേസിസ് ആണ്. പിന്നെ എന്താണ്, മാത്തമെറ്റിക്സ് കൊണ്ട് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ഇത്രയും സബ്ജക്റ്റാണ് നമ്മുടെ ഏതിൽ വരുന്നത്, പേപ്പർ 1ന്റെ സിലബസ്. അതായത് 1 to 5 വരെ പഠിപ്പിക്കാൻ താല്പര്യം, പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരുന്നത്, സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 30 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 30 ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിലും വന്നത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 5 ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ 150 ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2.5 മണിക്കൂർ സമയമുണ്ട്. ഓരോന്നിനും കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ്, നെഗറ്റീവ് ഇല്ലേം താനും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ലൊരു രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ 150-ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 120+ മാർക്ക് വരെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിഫയിങ് മാർക്കായിട്ട് മാറും കേട്ടോ. അപ്പം ആ ഒരു കണ്ടീഷനിങ് ഒന്നുമില്ല, നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. അവർ പറയുന്ന കട്ട് ഓഫ് ക്വാളിഫൈ ആവണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് CTETും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമെന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ എടുത്തു വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ സബ്ജക്റ്റുകൾസ് നോക്കിയിട്ട് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പേപ്പർ 2ന്റെ സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് ഇതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ പേപ്പർ 2 വരുന്നത് നമുക്ക് അഡീഷണൽ വരുന്നത്, ഇപ്പം ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്. പെഡഗോഗിയും ചൈൽഡ് ഡെവലപ്മെൻറ്റും ലാംഗ്വേജ് 1 കമ്പൽസറി ആണ്, ലാംഗ്വേജ് 2 കമ്പൽസറി ആണ്. ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ ഓരോ ലാംഗ്വേജസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്താണ് വരുന്നത്, 4ാമത്തെ സെക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നീ മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എടുക്കാം. അപ്പോൾ 1ാമത്തെ സബ്ജക്റ്റ് മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട്, സയൻസ് ഫീൽഡ് ആയിരിക്കും എടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെടുക്കണം, നിങ്ങൾ സോഷ്യൽ സയൻസ് SS എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അതെടുക്കണം. ഒന്നീ EVS എടുക്കണം, അല്ലെങ്കിൽ എന്തെടുക്കണം, സോഷ്യൽ സയൻസ് SS എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് എന്തായിരിക്കും, അപ്പോൾ 30 മാർക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി, ലാംഗ്വേജ് ഫസ്റ്റിന് 30 മാർക്ക്, ലാംഗ്വേജ് സെക്കൻഡിന് 30 മാർക്ക്. പിന്നെ എന്താണ്, മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ് ആയതുകൊണ്ട് 60 മാർക്ക്. മാത്തമെറ്റിക്സ് പ്ലസ് സയൻസ് എന്ന് പറഞ്ഞ രീതിയിൽ 60 മാർക്ക്. ഒന്നീ അതെടുക്കുക, അല്ലെങ്കിൽ എന്താണ്, സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് സോഷ്യൽ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഹ്യൂമാനിറ്റീസ്, നമ്മുടെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ 60 മാർക്കിന് അങ്ങനെ ചോദിക്കും. അങ്ങനെ അവിടെ എന്താണ് 150 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിച്ചാൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ആ രീതിയിൽ പഠിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സ്കൂളിൽ വേണോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ B.Ed ഒക്കെ ഇല്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഈ ഒരു CTET എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഫീ വരുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനെല്ലാം എന്തായിരിക്കും, നല്ല ആപ്ലിക്കേഷൻ ഫീ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ നടത്തുമ്പം അവർ ഒരു 2 പ്രാവശ്യമൊക്കെ നടത്താറുണ്ട്. എന്നാലും അങ്ങനെ നടത്തുമ്പോൾ അവർ അത്രയും ചിലവ് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജനറൽ OBC-കാർക്ക്, അതായത് OBC NCL-കാർക്ക്, നോൺ ക്രീമി ലെയർ ഉള്ളവർക്കൊക്കെ പേപ്പർ 1നും പേപ്പർ 2നും കൂടെ, പേപ്പർ 1നും പേപ്പർ 2നും കൂടെ 1000 രൂപ. പേപ്പർ 1 or 2 ആണ്. അതായത് ഏതെങ്കിലും ഒരു പേപ്പറെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ 1 to 5 അല്ലെങ്കിൽ 6 to 8 മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിന്, ഏതെങ്കിലും ഒരു പേപ്പറിന് 1000 രൂപയാണ്.
ഇനി അതേസമയം നിങ്ങൾ ജനറൽ OBC-കാർക്ക് 2 പേപ്പറും അറ്റൻഡ് ചെയ്യുന്നു. 2 പേപ്പറും അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപയേ ഉള്ളൂ? 1200 ഉള്ളൂ. ഒരു പേപ്പർ ആണെങ്കിൽ 1000 രൂപയും 2 പേപ്പറും അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ 1200 രൂപയും. ഇനി SC/ST ആണെങ്കിൽ അതുപോലെ തന്നെ ഡിസേബിൾഡ് പീപ്പിൾസ് ഉണ്ടല്ലോ, ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? 500 രൂപയേ ആവത്തുള്ളൂ. 500 രൂപ ഒരു പേപ്പറിന്. ഓക്കെ, ഒരു പേപ്പറിന് 500 രൂപയും 2 പേപ്പറിന് 600 രൂപയും. നമുക്ക് 1000 ജനറൽ OBC-കാർക്ക് 1000, അത് കഴിഞ്ഞിട്ട് 2 പേപ്പറും അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1200. അതേസമയം SC/ST ഡിസബിലിറ്റി കാറ്റഗറിക്ക് ആണെങ്കിൽ എന്തുണ്ട്? ഒന്നി 500 രൂപയാണ് ഒരു പേപ്പർ ആണെങ്കിൽ, 2 പേപ്പറെങ്കിൽ 600 രൂപ. പേയ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ മോഡ് വഴിയാണ്. നിങ്ങൾ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് ഒക്കെ നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ സീറ്ററ്റിന് രജിസ്ട്രേഷൻ ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സ് എന്താണെന്നും കൂടെ അറിഞ്ഞേക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഡോക്യുമെന്റ്സും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അടുത്തുള്ള അക്ഷയയിലോ കഫേയിലോ ചെന്ന് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാലിഡ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. വാലിഡ് ഇമെയിൽ ID ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഡീറ്റെയിൽസ് അബൌട്ട് ഐഡന്റിറ്റി പ്രൂഫ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? എപ്പോഴും ആധാർ കാർഡോ വോട്ടർ ID-യോ ഏതെങ്കിലും കൊടുക്കുക. പാസ്പോർട്ടോ റേഷൻ കാർഡോ വോട്ടർ ID-യോ ഏതെങ്കിലും കൊടുക്കുക. ഇനി അടുത്തെന്താണ്? സ്കാൻഡ് ഇമേജ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ആസ് പെർ ദ സ്പെസിഫൈഡ് ഫോർമാറ്റ്. നമ്മൾ നോർമലി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം. പിന്നെ എന്താ വേണ്ടത്? ക്ലാസ് 10 and 12 എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. നിങ്ങളുടെ 10ലെ സർട്ടിഫിക്കറ്റ്, +2ലെ സർട്ടിഫിക്കറ്റും കൊണ്ടുവേണം നിങ്ങൾ പോകാനായിട്ട്. പിന്നെ എന്താണ്? ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ്. നിങ്ങൾ എന്താണോ, ഏത് ബാങ്കിങ് ആണോ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ 2024 ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്? സീറ്ററ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. seatet.nic.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസംബർ 2024 സീറ്ററ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കാണിക്കും. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ഡേറ്റിന് മുമ്പൊക്കെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സീറ്ററ്റ് പോലുള്ള എക്സാമിനേഷനൊക്കെ എലിജിബിൾ ആവുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ടീച്ചിങ് പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്